Hi, hello, once again, welcome back to Home Notes. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു നമ്മുടെ ലോക്ക്ഡൗൺ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ അതിൽ ഷെയർ ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് നമ്മുടെ ലോക്ക്ഡൗൺ കാലത്ത് ചെയ്യാൻ പറ്റുന്നത്. എന്തിനാ വെറുതെ നമ്മൾ മൊബൈൽ നോക്കി അല്ലെങ്കിൽ ടി വിയും കണ്ട് നമ്മുടെ സമയം കളയുന്നത്. നമ്മളിങ്ങനെ കളയുമ്പോൾ നമ്മൾ ഒരു ദിവസം മാൻ പവർ അല്ലേ വേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യാനുള്ളതല്ല നമ്മുടെ മാൻ പവർ. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ എൻഗേജ്ഡ് ആക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാം. അപ്പം പണ്ടൊക്കെ ഒരുപാട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇപ്പം പിന്നെ വരും കാലങ്ങളിൽ നമ്മൾ ജോലി സംബന്ധമായി അല്ലെങ്കിൽ കുറേ ബിസി കാരണം നമ്മളതൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. ഇപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് അതും വേണമെങ്കിൽ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ പലരും നമ്മുടെ റൂമൊക്കെ എന്താ പറയുക പലതും അങ്ങനെ വലിച്ചു വാരിട്ടിരിക്കുകയായിരിക്കും. അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഇപ്പോൾ ചിലർ കളിക്കാനായിരിക്കും, ഇപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെന്ത് വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കണില്ല, നമ്മൾ പല കാര്യങ്ങളിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ മടിയെ അങ്ങ് മാറ്റിവിടാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നിങ്ങളായിട്ട് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ സർഫസിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾ പെയിൻറ്റിങ് കേൾക്കുമ്പോൾ പെയിൻറ്റിങ് അറിയത്തില്ലാത്തവരൊന്നും പേടിച്ചോടുമൊന്നും വേണ്ട. കാരണം ഞാനിതിൽ കാണിക്കുന്നതൊക്കെ അറിയത്തില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡുകളാണ് എല്ലാം തന്നെ. ഫസ്റ്റ് നമുക്ക് ബോട്ടിൽ ആർട്ട് നോക്കാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ ബോട്ടിൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാണാം ബോട്ടിൽ ആർട്ട്. അപ്പം എനിക്ക് പെയിൻറ്റിങ്സ് അറിയില്ല എന്ന് വരും നിങ്ങൾ മാറി നിൽക്കേണ്ട. കാരണം ബോട്ടിൽ ആർട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതും അല്ലെങ്കിൽ നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊരു ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ ആർട്ടിനെ കുറിച്ച്. ഞാനൊരു 4-5 ബോട്ടിൽസ് ഞാനതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് അതിൽ. കാരണം ആ സമയത്തൊന്നും എനിക്ക് ബോട്ടിൽ ആർട്ടിനെ കുറിച്ച് തീരെ അറിയുന്നുണ്ടാവില്ല. എൻ്റെ ഒരു പരീക്ഷണം പോലെ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് ആ ബോട്ടിൽ ആർട്ട് എന്ന് പറഞ്ഞത്. പക്ഷേ ഒരുപാട് നല്ല വ്യൂസും കിട്ടി, അതുപോലെ ഒരുപാട് നല്ല കമൻസ് ഒക്കെ കിട്ടിയൊരു വീഡിയോ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരികയാണ്. കാരണം അറിയത്തില്ലാത്തവർക്കൊക്കെ ആ പെയിൻറ്റിങ്സ് ഒക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ ബോട്ടിൽ ആർട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ ഈ ലാസ്റ്റ് ഒരു വിഷുവിനെ ബേസ് ചെയ്തിട്ടൊരു ബോട്ടിൽ ആർട്ടും കൂടി ചെയ്തിരുന്നു. അതിൽ ഞാൻ ഇമേജ് ട്രേസ് ചെയ്തിട്ടാണ് ഞാനതിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പം അത് ഇമേജ് ഇപ്പോൾ വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേസ് ചെയ്തിട്ട് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ക്യാൻവാസ് പെയിൻറ്റിങ് നോക്കാം. എനിക്ക് പെയിൻറ്റിങ്സ് ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ ഞാൻ കുറച്ച് ക്യാൻവാസ് വാങ്ങിച്ചു. അപ്പോൾ അതിൽ ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് അധികം കളേഴ്സും കാര്യങ്ങളൊന്നും ആ സമയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓൺലി 2 കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ പെയിൻറ്റിങ് ഒന്ന് ചെയ്ത് നോക്കിയത്. ആദ്യമേ എൻ്റെ അടുത്തൊരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് ഞാൻ അതിലേക്ക് ട്രേസ് ചെയ്തു. അതിനുശേഷം ആ 2 കളേഴ്സ്, അതായത് ബ്ലാക്കും റെഡും മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തത്. അതിൻ്റെ ഫൈനൽ ഔട്ട് വന്നപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. കാരണം അത്ര മോശമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അധികം പെയിൻറ്റിങ്സ് ഒക്കെ അറിയാവുന്നവർ കാണുമ്പോൾ അറിയായിരിക്കും എന്തെങ്കിലുമൊക്കെ അതിൽ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കായിരിക്കും. പക്ഷേ ഒരു നോർമൽ പെയിൻറ്റിങ്സ് ഒന്നും അറിയത്തില്ലാത്ത ഒരു നോർമൽ വ്യൂവർ എന്ന നിലയിൽ എനിക്ക് മോശമില്ലാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്തോട്ട് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണിത്. അപ്പോൾ ഈ ഒരു അവസരമൊക്കെ നിങ്ങൾ മുതലെടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ സെയിം ഡിസൈൻ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സിലും ഞാൻ ഡിസൈൻ ചെയ്തിരുന്നു. ഇത് ഞാൻ കുറേ കാലം മുമ്പ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ജസ്റ്റ് ഈ 2 ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ ഈ സെയിം കളറും ഒക്കെ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ പ്ലെയിൻ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നത് ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഗ്ലാസ് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പം നമുക്ക് OHP ഷീറ്റിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. OHP ഷീറ്റ് എന്ന് കേൾക്കുമ്പോൾ അതിപ്പോൾ എവിടെ നിന്ന് കിട്ടുമോ ചോദിക്കുക അല്ലേ. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ പഴയ റെക്കോർഡൊക്കെ തപ്പിപ്പറക്കി എടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യത്തെ 2-3 പേജിലൊക്കെ നമ്മൾ ഈ OHP ഷീറ്റ് ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ OHP ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് റീയൂസബിൾ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊരു ക്ലോത്തിൻ്റെ പ്ലെയിൻ ക്യാരി ബാഗാണ്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഡിസൈൻ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇതിനകത്ത് ഒരു ഹേർട്ട് ഷേപ്പ് വരച്ചെടുത്തു. അപ്പോൾ ആ ഹേർട്ട് ഷേപ്പ് അതിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു.
അതിനുശേഷം ഞാൻ ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഔട്ടർ ലൈനിൽ വരുന്ന രീതിയിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അപ്പം അതിനുശേഷം അത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ആ പേപ്പർ റിമൂവ് ചെയ്തപ്പം നമുക്കൊരു നല്ല ഡിസൈൻ കിട്ടിയില്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വെച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിലും ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാധനം അതിൽ നിങ്ങളൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കുക. ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഗാർഡനിലേക്ക് നോക്കാം. ഗാർഡനിൽ നമുക്ക് നോക്കി കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗാർഡനിൽ ചെയ്യാനുണ്ടായിരിക്കും. നമ്മുടെ ഗാർഡനൊക്കെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റിയൊരു സമയമാണിത്. അപ്പോൾ ഇതെല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ വേസ്റ്റാക്കി കളയുന്ന ഫൈബർ പാത്രമില്ലേ, അത് യൂസ് ചെയ്തിട്ട് ഗാർഡൻ എങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വീഡിയോ ഞാൻ പണ്ട് ചെയ്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് റെഫർ ചെയ്ത് നോക്കാമെന്നാണ്. ഇതൊരു പഴയ സിമെൻറ്റിൻ്റെ തൂണായിരുന്നു. അപ്പോൾ അത് വേസ്റ്റാക്കി കളഞ്ഞിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് ഒരു കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചെടുത്തു. ഒരു പെൺകുട്ടിയുടെ സ്റ്റൈലൊന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം മുകൾ ഭാഗത്ത് മണ്ണ് നിറച്ചതിന് ശേഷം അതിൽ ഈ തൂങ്ങിക്കിടക്കുന്ന ചെറിയ പുല്ലില്ലേ, ആ പുല്ല് നട്ടു കൊടുത്തു. സെൻറ്ററിൽ ഇങ്ങനെ കുറച്ച് കുറ്റിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് പുല്ലും വെച്ച് കൊടുത്തു. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ ഏകദേശം ഒരു ഫ്രീക്കത്തെ ലുക്കിൽ ഇങ്ങനെ വളർന്നു വരുന്നല്ലോ വിചാരിച്ചാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ മാക്സിമം ഈ സമയം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഗാർഡനൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കൂ കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ അടുക്കളത്തോട്ടം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ വിത്തൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ ചെന്ന് നോക്കിയാൽ മതി. നമ്മുടെ തക്കാളി അതിൽ വിത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പച്ചമുളകിൽ പഴുത്ത പച്ചമുളകൊക്കെ ഉണ്ടാവില്ല, അതിൽ വിത്തെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പയറുവർഗ്ഗത്തിൽ വിത്തെടുക്കുക. അപ്പോൾ അങ്ങനെ അടുക്കളയിലുള്ള വിത്തുകളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്കൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് അത് പറ്റില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈക്രോഗ്രീനിലൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു സമയമാണിത്. മൈക്രോഗ്രീനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് നോക്കിയിട്ട് മൈക്രോഗ്രീൻ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ഇലക്കറികളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊന്നൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ സമയമില്ലാത്തതിൻ്റെ പേരിൽ മാറ്റി വയ്ക്കുന്നതിൽ ഒരു മെയിൻ കാര്യമാണ് ഹെയർ കെയറും സ്കിൻ കെയറും അല്ലേ. അപ്പോൾ ഈ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ഹെയർ കെയർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് താളിപ്പൊടി ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ താളി നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ തലയിൽ താളി തേച്ച് കുളിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് എണ്ണ കാച്ചി വെക്കാം. അപ്പോൾ എണ്ണ കാച്ചുന്നതും താളിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ താളിപ്പൊടി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് നമുക്ക് ഉണങ്ങിയിട്ട് നല്ല താളിപ്പൊടി ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഓയിലും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഹെയർ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്കിൻ കെയറും നിങ്ങൾ മറക്കാതെ ചെയ്യുക. നന്നായിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ മതിയായിരിക്കും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എല്ലാവരുടെ വീട്ടിൽ എന്തായാലും കുറേ പഴയ തുണികളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ പഴയ തുണികളൊക്കെ നമുക്ക് റീമേക്ക് ചെയ്ത് ഒരു അടിപൊളി സെറ്റപ്പിലൊക്കെ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ പഴയ ജീൻസ് ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ എന്ത് ക്ലോത്ത് ആണെങ്കിലും നമുക്ക് അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ല സാരി കൊണ്ട് ഡോർമാറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഓൾഡ് ജീൻസ് കൊണ്ട് പൗച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേണം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പഴയ ജീൻസൊക്കെ മുറിച്ചിട്ട് നമുക്ക് 3/4 ആക്കിയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ പകുതി, അതിൻ്റെ ബാക്കി പോർഷനും കൂടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ബാഗുകളോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ എണ്ണ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒരു കിറ്റ്, അതായത് ആ കുപ്പിയുടെ വലുപ്പത്തിൽ ഞാനൊരു കിറ്റ് തയ്യാറാക്കി കൊടുത്താണ്. കാരണം എണ്ണ കുപ്പിയിൽ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ സ്ലിപ്പായ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ബോട്ടിലിൻ്റെ പാകത്തിൽ ഒരു ചെറിയ ക്യാരി ബാഗ് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ പഴയ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പഴയ ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അതുപോലെ പഴയ ടീഷർട്ടുകളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാനത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതിന് കുറച്ച് പഴയ ടീഷർട്ടുകൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് പുതിയതാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ആ ഐഡിയ ഒക്കെ വെച്ചിട്ട് ആ ഐഡിയയും നിങ്ങളുടെ ഐഡിയയും കൂടെ വെച്ചിട്ട് നിങ്ങളൊരു പുതിയൊരു ക്രിയേഷൻ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കത്തിച്ച് കളയോ അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയോ ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് ഇനി എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ വരും. അപ്പോൾ അങ്ങനെ അത് റീയൂസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൈയെടുത്താൻ പറ്റിയൊരു മേഖലയാണ് ഓർണമെൻറ്റ്സ് മേക്കിംഗ്.
അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ അടുത്ത് മുത്തും കാര്യങ്ങളൊന്നുമില്ല എന്ന്. പഴയ മാല പൊട്ടിയതിൻ്റെ മുത്തൊക്കെ മതിയെ നമുക്കിതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മുത്തുകൾ ഞാൻ കോർത്തെടുത്തൊരു മാലയാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലും ഏതൊരു സ്റ്റൈലും നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ ഇയറിങ്സ്, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്തിട്ട് പേപ്പർ ഇയറിങ്സ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഓർണമെൻറ്റ്സ് മേക്കിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ഇപ്പം നമുക്ക് കുക്കിംഗ് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പറ്റിയ സമയമാണ്. കാരണം മുമ്പൊക്കെ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഈ ഒരു ടൈമിലെടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കുക്കിംഗ് വീഡിയോസ് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം വെറുതെ സമയം കളഞ്ഞാൽ നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻഗേജ്ഡ് ആയിരിക്കുന്നതല്ലേ. നമ്മുടെ ചാനലിലും കുറച്ച് 1-2 വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ നമ്മുടെ കുക്കിങ്ങിനെ കുറിച്ച്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ക്രാഫ്റ്റ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. അതിന് നമുക്ക് ഒരുപാട് സമയവും ഒരുപാട് ഇതൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മതി നമുക്കതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ബോട്ടിലിൻ്റെ ക്യാപ്പ് മതി, ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നില്ല, ഞാൻ ലാസ്റ്റ് വീക്ക് ഇട്ടിരുന്നു. അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ നിങ്ങളൊന്ന് കൈവച്ച് നോക്കുക. എങ്ങനെ ഉണ്ടാവും ക്രാഫ്റ്റൊക്കെ ഞാൻ ചെയ്താലും ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുകയാണ്. ഇനി ആരും തന്നെ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതുപോലെ നമ്മുടെ സമയം മാക്സിമം യൂസ് ചെയ്യുക. ഇനി ലോക്ക്ഡൗൺ കഴിയുമ്പോൾ പറയുക എനിക്ക് ഒട്ടും വീട്ടിലിരുന്ന് ബോറടിച്ചില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് എപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങിക്കോളും. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ.